നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. PSC ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള PSCയുടെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ എഴുതിയ, അതായത് കഴിഞ്ഞ ജൂലൈ മാസം 18-ാം തീയതി നടന്ന സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ എഴുതിയ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് അല്ലേ. അതായത് എന്താ സംഭവം, കഴിഞ്ഞ ദിവസം നമ്മൾ PSCയുടെ ഒരു അപ്ഡേറ്റ് പറഞ്ഞിരുന്നു അല്ലേ, ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പലരും നമ്മുടെ കുട്ടികളൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, ഫൈനൽ ആൻസർ കീ എന്തേ വന്നില്ല എന്നുള്ളതായിരുന്നു. സോ അതെ, അതിനുള്ള ഉത്തരം വന്നിട്ടുണ്ട്, ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നമ്മുടെ കുട്ടികൾക്ക് സന്തോഷിക്കാനുള്ള വക എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് എക്സാം കഴിഞ്ഞ് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അതിന്റെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ കുറച്ചല്ല, എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. കുറച്ച്, അതായത് പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ഡിസ്പാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് പിള്ളേർക്ക് കുറെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ശരിയെന്ന് പറഞ്ഞ കുറെ ഉത്തരങ്ങൾ നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നപ്പോഴത്തേക്ക് അതിൽ തെറ്റായിട്ട് കാണിച്ചിരുന്നു. അപ്പൊ എന്ത് ചെയ്യും സാർ, ഞങ്ങളുടെ മാർക്ക് കുറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺഫ്യൂഷൻ, ഒരുപാട് വിഷമം, ഒരുപാട് സങ്കടം ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ അതിൽ വേറൊരു സംഗതി കൂടെ ഉണ്ടായിരുന്നു അല്ലേ, നമുക്ക് ചലഞ്ച് ചെയ്യാമായിരുന്നു, നമ്മുടെ ഈ പ്രൊഫഷണൽ ആൻസർ കീ ചലഞ്ച് ചെയ്യാമായിരുന്നു. അപ്പൊ അതിനുള്ള ആവശ്യമുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ, റെഫറൻസ് എങ്ങനെ ചലഞ്ച് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു യൂട്യൂബ് വീഡിയോ വഴി തന്നെ നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെഫറൻസ് ഒക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളുടെയൊക്കെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടാണ് കേട്ടോ അതിന് പിന്നിലുള്ളത്. അതായത് നമ്മുടെ എല്ലാ കുട്ടികളും കൃത്യമായിട്ട് ആൻസർ കീ ചലഞ്ച് ചെയ്തത് കൊണ്ടാണ് PSC ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സോ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഏകദേശം സാധാരണ രീതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് PSC എന്താ ചെയ്യുക, PSC ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. എന്താ കറക്റ്റ് ആയിട്ട്, അതായത് തെറ്റ് പറ്റിയിരുന്ന ആൻസർ ക്യൂ ഒക്കെ മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. വളരെ ചുരുക്കം, അതായത് ഒരു 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 6 ക്വസ്റ്റ്യൻസിലായിരുന്നു നമുക്ക് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. ആ 6 ക്വസ്റ്റ്യന്റെയും കാര്യത്തിൽ ഇന്ന് തീരുമാനമായിട്ടുണ്ട്. 4 ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് തന്നെ എന്താ ഫൈനൽ ആൻസർ കീയിൽ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ എന്താ ഡീറ്റെയിൽസിലേക്ക് പോവാം. നോക്കിയേ, ഇത് നമ്മൾ ആൽഫ കോഡ് A വെച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ നമ്പർ അനുസരിച്ചിട്ടാണ് പറയുക. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 30, വാട്ട് ഫൈൻഡിങ് ഓൺ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് എ പേഷ്യന്റ് ഇസ് എ പോസിബിൾ ഇൻഡിക്കേറ്റർ ഓഫ് മാൽന്യൂട്രീഷൻ അല്ലെ. പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ D, അതായത് തിക്ക്, ഡ്രൈ സ്കിൻ ആൻഡ് ഡ്രൈ ഹെയർ എന്നുള്ളതായിരുന്നു ആൻസർ വന്നിരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ വിളിച്ചിട്ട് സാർ ഇത് എന്താണ് ഇങ്ങനെ വന്നേക്കുന്നത്, അത് അങ്ങനെ അല്ലല്ലോ, തിന്നല്ലേ വരേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ തിന്നായിരുന്നുവെങ്കിൽ അത് ശരിയായിരുന്നു, പക്ഷെ തിക്കാണ് വന്നേക്കുന്നത്. അപ്പം എന്താ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? യെസ്, ഓപ്ഷൻ A ആണ്, സ്പൂൺ ഷേപ്ഡ് നെയിൽസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അതുപോലെ 31ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, റെക്കമെൻഡഡ് കാലറി ഇൻടേക്ക് അല്ലെങ്കിൽ കാലറി റിക്വയർമെന്റ് ഓഫ് 2-year-old ചൈൽഡ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നത് ഓപ്ഷൻ B അല്ലെ, 1100 കിലോ കാലറി പെർ ഡേ എന്നായിരുന്നു. അതും നമ്മൾ ചലഞ്ച് ചെയ്തു അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള റെഫറൻസ് വെച്ചിട്ട് ചലഞ്ച് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആൻസർ മാറിയിരിക്കുകയാണ്. ഓപ്ഷൻ A 1000 കിലോ കാലറി പെർ ഡേ എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നേക്കുന്നത്. നെക്സ്റ്റ്, ഇതായിരുന്നു ഒരുപാട് നമ്മുടെ കുട്ടികളൊക്കെ പിടിച്ചൊലച്ച ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അതായത് വളരെ ക്ലിയർ കട്ട് ആയിട്ട് ആൻസർ ഉണ്ടായിരുന്നിട്ടും ആൻസർ കീ തെറ്റായിട്ട് വന്നു അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അബൌട്ട് പോസിറ്റീവ് സിംപ്റ്റംസ് ഓഫ് സ്കിസോഫ്രീനിയ അല്ലെ. അപ്പൊ ഇതില് പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നിരുന്നത് ഓപ്ഷൻ D ആണ്, ഓൾ ഓഫ് ദ എബവ് 1 2 3 4 എന്നുള്ളതായിരുന്നു വന്നിരുന്നത്. അപ്പം ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ വിളിച്ചിട്ട് അല്ലെ, ഈ അനഡോണിയ നമുക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് വരുന്നതാണല്ലോ, പിന്നെ എന്തേ ഇതിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ഫൈനൽ ആൻസർ കീ വന്നപ്പോഴത്തേക്കാണ് ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. അതായത് ഡെലൂഷൻ, ഹാലൂസിനേഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച് അല്ലെ. സോ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ കീയിൽ വന്നേക്കുന്നത്. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Yes, question number 77. Get alpha code question number 77. The positive evidence of pregnancy and living fetus includes. ഇതില് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ് ആയിരുന്നു പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്നത്. നമ്മൾ പറഞ്ഞത് ഫീറ്റൽ ഹാർട്ട് സൗണ്ട് എന്നായിരുന്നു. എന്ത് വെച്ചാലും ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ PSC ഫൈനൽ ആൻസർ കീയിൽ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെ, 95th ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഡിഫൈൻസ് ഹൈറാർക്കിയൽ റിലേഷൻഷിപ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഈസ് എ അല്ലെ. ഫൈനൽ പ്രൊഫഷണൽ ആൻസർ കീയിൽ എന്താ ആൻസർ വന്നിരുന്നത്? ഓർമ്മിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഗതി അല്ലേ. ഓപ്ഷൻ B ഫോറൻ ഓർഗനൈസേഷൻ എന്നായിരുന്നു വന്നിരുന്നത്. നമ്മുടെ ആൻസർ എന്തായിരുന്നു? ലൈൻ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതും നമ്മുടെ എന്താ ഫൈനൽ ആൻസർ കീയിൽ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 97. ദ സ്റ്റൈൽ ഇൻ വിച്ച് ദ മാനേജ്മെന്റ് ഡസ് നോട്ട് അലൗ സബോർഡിനേറ്റ്സ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ലോ കോൺഫിഡൻസ് ഇൻ ദം. ആ ക്വസ്റ്റ്യൻ എന്താണ്? PSC ക്യാൻസൽ ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോ എന്താണ്, കുറെ കോൺഫിഡൻസ് ലെവലൊക്കെ കുറെ ഒന്നും മാറിയിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് വിഷമിച്ചിരുന്ന ആൾക്കാരൊക്കെ, അതായത് ആ 4 മാർക്ക് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലെ, 4
പിന്നെ ഒരു 5.33 മാർക്സോളം കുറഞ്ഞ് വരേണ്ടതായിരുന്നു. സോ അവർക്ക് എന്താണ് അവിടെ നിന്ന് 4 മാർക്ക് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പം ഒരുപാട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആശയ്ക്ക് വകയുള്ള ഒരു കാര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ പിന്നാലെ കേട്ടോ നമ്മുടെ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇതിന്റെ പിന്നാലെ ഇനി നെക്സ്റ്റ് സംഭവിക്കുന്ന കാര്യം നമുക്ക് അറിയാമല്ലേ. PSCയുടെ പ്രൊഫൈൽ മെസ്സേജ് വരും. PSCയുടെ പ്രൊഫൈൽ മെസ്സേജ് വന്നതിന് ശേഷം അതിനുശേഷം നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ റാങ്ക് ലിസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അധികം താമസം ഇല്ലാതെ തന്നെ ഇതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. അതുകൂടാതെ ഇനി വരുന്ന എല്ലാ എക്സാംസിനും നിങ്ങൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളൂ, നന്നായിട്ട് എഴുതിക്കോളൂ. നിങ്ങൾക്ക് എപ്പോഴാണ് ജോലി കിട്ടുന്നത് വരെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.